2020 ക്രിക്കറ്റിലെ ഒന്നാം നമ്പർ ബാറ്ററായ അഭിഷേക് ശർമ്മ തന്റെ കരിയറിലെ ഏറ്റവും മോശം കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ലോകകപ്പിന് തൊട്ട് മുൻപ് പരിക്കേറ്റ താരം കളിക്കളത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ വലിയ പ്രതീക്ഷയാണ് ആരാധകർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷകൾക്കൊത്ത തരത്തിലുള്ളൊരു പ്രകടനം താരത്തിന് ഇതുവരെ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെ കളിച്ച 3 ലോകകപ്പ് മത്സരങ്ങളിലും 0-നാണ് അഭിഷേക് ശർമ്മ പുറത്തായിരിക്കുന്നത്. ഉദരസംബന്ധമായ അസുഖങ്ങൾ താരത്തെ വലിയ രീതിയിൽ അലട്ടുന്നുണ്ട്. അതാണോ പ്രകടനം മോശമാകാൻ കാരണമെന്ന് വ്യക്തവുമല്ല. തുടക്കം മുതൽ വമ്പൻ അടികൾക്ക് ശ്രമിക്കുമ്പോഴാണ് അഭിഷേക് വിക്കറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ആ ശീലം മാറ്റണമെന്നും ക്രീസിൽ എത്തുമ്പോൾ ഉടൻ തന്നെ ഒരു സിംഗിൾസ് ഒക്കെ എടുത്ത് പതിയെ മത്സരം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുമാണ് മുതിർന്ന താരങ്ങളും ഒപ്പം തന്നെ മുൻ താരങ്ങളും അഭിഷേകിന് ഉപദേശിക്കുന്നത്. പക്ഷേ ആ ഉപദേശമൊന്നും അഭിഷേക് കേട്ടതായിട്ടുള്ള ഭാവം പോലുമില്ല. നെതർലൻഡ്സിനെതിരായ മത്സരത്തിൽ പോലും വലിയ ബിഗ് ഷോട്ടുകൾക്ക് ശ്രമിച്ചിട്ടാണ് താരം വിക്കറ്റ് ആയിരിക്കുന്നത്. പക്ഷേ വരാനിരിക്കുന്ന സൂപ്പർ 8 ഘട്ടത്തിൽ താരത്തിന് വലിയ വെല്ലുവിളികളാണ് മുന്നിലുള്ളത്. പ്രധാനമായും ആദ്യത്തെ മത്സരം തന്നെയാണ്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സെലക്ടർമാർക്ക് മറ്റൊരു ഓപ്പണർ എന്ന ഓപ്ഷനിലേക്ക് പോകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മലയാളി താരം സഞ്ജു സാംസണ് വീണ്ടും ഓപ്പണിംഗിലേക്ക് അവസരം ലഭിക്കും എന്നുള്ളതാണ് വസ്തുത. പക്ഷേ സൗത്ത് ആഫ്രിക്കയുമായി ബന്ധപ്പെട്ട് നിരവധി റെക്കോർഡുകളുള്ള അഭിഷേകിന്റെ ഒരു മികച്ച പ്രകടനമായിരിക്കും വരാൻ പോകുന്ന സൂപ്പർ 8 ആദ്യ മത്സരത്തിൽ ഉണ്ടാകുക എന്ന് തന്നെയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്.